ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സിലെ ഫൈനൽ ടോപ്പിക്കുകളിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റ് ടോപ്പിക്ക് വരുന്നത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു, അയണൈസേഷൻ എൻതാൽപ്പി പഠിച്ചു അല്ലേ? അയണൈസേഷൻ എൻതാൽപ്പിൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു മക്കളെ? അയണൈസേഷൻ എൻതാൽപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വയർഡായ എനർജി, ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ റിക്വയർഡ് ആയിട്ടുള്ള എനർജി. നേരെ തിരിച്ച് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിന് നമ്മൾ ഗെയിൻ ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി. റിമൂവ് ചെയ്യാൻ എന്തായിരുന്നു എനർജി? റിക്വയർഡ് ആയിരുന്നു. ഇവിടെ ഇലക്ട്രോണിന് ഗെയിൻ ചെയ്യുമ്പോൾ എനർജി എന്താ ചെയ്യുക? റിലീസ് ചെയ്യുക. ആ എനർജീനെയാണ്, റിലീസ് ചെയ്യുന്ന എനർജീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ക്ലിയർ അല്ലേ? ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി. നമുക്ക് ഡെഫിനേഷൻ വായിക്കാം. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഈസ് ദ എനർജി റിലീസ്ഡ് when an electron is added to an isolated gaseous atom. ഒരു ഇലക്ട്രോണ് ആഡ് ആവുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയാണ് എന്ത്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇലക്ട്രോണിനെ, നേരത്തെ കേസിൽ നമ്മൾ പറഞ്ഞു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ചാർജിലേക്കാണ് മാറുക? പോസിറ്റീവ് ചാർജിലേക്ക്, കാറ്റയോൺ ആയിട്ടാണ് മാറുക. നമ്മൾ ചെയ്ത എക്സാമ്പിൾ അലൂമിനിയത്തിൻ്റെ ആയിരിക്കും, സക്സസീവായിട്ട് കാണിച്ചു. അലൂമിനിയം Al+ ആവുന്നത്, പിന്നെ 2+ ആവുന്നത്, 3+ ആവുന്നത് അല്ലേ? അപ്പോൾ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് അയോൺ ആവുന്നത് പോലെ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോൾ ഏത് അയോണാണ് മക്കളെ ആവുന്നത്? നെഗറ്റീവ് അയോൺ ആണ് ആവുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ന്യൂട്രൽ ആയിട്ടുള്ള ഐസൊലേറ്റഡ് ഗ്യാസസ് ആയിട്ട് ഞാൻ എക്സ് എന്ന് കാണിക്കുകയാണ്. അതിലേക്ക് ഇലക്ട്രോണിന് എന്താ ചെയ്യുന്നത്? ഗെയിൻ ആണ് ചെയ്യുന്നത്, ആഡ് ആണ് ചെയ്യുന്നത്. ആഡ് ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറും? നെഗറ്റീവ് അയോൺ ആയിട്ട് മാറും. അപ്പോൾ അതെന്താ എഴുതണം? നെഗറ്റീവ് ചാർജ് വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുക. അപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള അയോൺസിനെ നമ്മൾ ആനിയോൺ എന്ന് പറയും, പോസിറ്റീവ് അയോൺസിന് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? കാറ്റയോൺ. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു ഐസൊലേറ്റഡ് ഗ്യാസസ് ആറ്റം ഇലക്ട്രോണിനെ ആഡ് ചെയ്ത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? നെഗറ്റീവ് അയോൺ, ആനിയോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. സക്സസീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അവിടെ പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അയണൈസേഷൻ എൻതാൽപ്പി എങ്ങനെയാണ് നടക്കുക? സക്സസീവ് ആയിട്ടാണ്. അതായത് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അടുത്ത ഇലക്ട്രോണിനെ എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യുക. അല്ലാതെ 3 പേരെ 2 പേരെ ഒരുമിച്ച് എന്ത് ചെയ്യില്ല? റിമൂവ് ചെയ്യില്ല. സിമിലർലി ഇവിടെയും എങ്ങനെ തന്നെയാണ് നടക്കുക? അക്സെപ്റ്റ് ചെയ്യുന്നതും വൺ ആഫ്റ്റർ ദ അതർ ആയിരിക്കും. ഓക്കെ, we have studied that electrons from a gaseous atom are lost in succession. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു. സിമിലർലി ദീസ് ആർ ഓൾസോ accepted one after the other. എടുക്കുന്നതും ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നതും ഇങ്ങനെ തന്നെയാണ് മക്കളെ. ഒന്ന് കഴിഞ്ഞിട്ട് ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അടുത്ത ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നത്. ആഫ്റ്റർ ദ അഡീഷൻ ഓഫ് വൺ ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആറ്റം എന്തായിട്ട് മാറും? നെഗറ്റീവ് ചാർജ് ആവുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്തു അല്ലേ? And the second electron is to be added to the negatively charged ion. അപ്പോൾ ആദ്യം ന്യൂട്രൽ എല്ലയിലേക്ക് ഒരാൾ ആഡ് ചെയ്ത് അത് എന്തായിട്ട് മാറി? നെഗറ്റീവ് അയോൺ ആയിട്ട് മാറി. ഈ നെഗറ്റീവ് അയോണിലേക്കാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? നെക്സ്റ്റ് ഇലക്ട്രോണിനെ ആഡ് ചെയ്യുന്നതിന്. അപ്പോൾ ഫസ്റ്റ് ഓക്സിജൻ ന്യൂട്രൽ ആണ്, അതൊരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്താൽ എന്തായിട്ട് മാറും? ഓക്സിജൻ നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറും അല്ലേ? അയോൺ ആയിട്ട് മാറും. ആ അയോണിലേക്ക്, ഓക്സിജൻ നെഗറ്റീവായ അയോണിലേക്കാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്? എഗെയിൻ ഇലക്ട്രോണിനെ ആഡ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ അതെന്തായിട്ട് മാറും? എഗെയിൻ ഒരു ഇലക്ട്രോണും കൂടെ ആഡ് ആവുമ്പോൾ O2- ആയിട്ട് മാറും. ക്ലിയർ? അപ്പോൾ ആദ്യം ന്യൂട്രൽ ആറ്റം ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോൾ ഓക്സിജൻ നെഗറ്റീവ് അയോൺ ആയിട്ട് മാറി. ആ നെഗറ്റീവ് അയോണിലേക്കാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നത്. അലൂമിനിയത്തിൻ്റെ കേസ് പോലെ Al+ ആയതിലേക്കായിരുന്നു, പ്ലസ് ആയിട്ട് അതെന്നായിരുന്നു നമ്മൾ എന്ത് ചെയ്തത്? ഒരാളെ റിമൂവ് ചെയ്തത്. പിന്നെ Al2+ ആയി, 2+ എന്നായിരുന്നു നമ്മൾ എഗെയിൻ റിമൂവ് ചെയ്തത്. അതുപോലെ വൺ ആഫ്റ്റർ ദ അതർ സക്സഷൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺ ഗെയിനും നടക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫാക്ടേഴ്സ് ഓൺ വിച്ച് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഡിപ്പെൻഡ്സ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. നോക്കാം. ഫസ്റ്റ് ഫാക്ടർ പഠിക്കുന്നതാണ് അറ്റോമിക് സൈസ് കേട്ടോ.
ആസ് ദ സൈസ് ഓഫ് ആൻ ആറ്റം ഇൻക്രീസസ്, സൈസ് എന്താ ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് ന്യൂക്ലിയസ് ആൻഡ് ദ ഇൻകമിങ് ഇലക്ട്രോൺ ഓൾസോ ഇൻക്രീസസ്. അല്ലേ, സൈസ് കൂടുക പറയുമ്പോൾ ന്യൂക്ലിയസും ഇങ്ങനെ സൈസ് കൂടും തോറും ആ ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസും എന്ത് ചെയ്യും മക്കളെ, കൂടിക്കൂടി വരും, ഇൻക്രീസ് ചെയ്തിട്ട് വരും. ആൻഡ് ആ സമയത്ത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ബിക്കം ലെസ് നെഗറ്റീവ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിനെ എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ലെസ് നെഗറ്റീവ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അടുത്ത രണ്ടാമത്തെ ഫാക്ടറാണ് ന്യൂക്ലിയർ ചാർജ്. നിങ്ങൾക്കറിയാം ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യും അല്ലേ. എങ്ങനെ, ഈ ന്യൂക്ലിയസും നമുക്ക് വരുന്ന ന്യൂ ഇലക്ട്രോണും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താ ചെയ്യുക, ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ആ സമയത്ത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താ ചെയ്യുന്നത്, മോർ നെഗറ്റീവ് ആണ് ആവുന്നത്. ഇവിടുത്തെ കേസിൽ ലെസ് നെഗറ്റീവ് ആണ്, ഇവിടെ എന്താണ്, മോർ നെഗറ്റീവ് ആവുകയാണ് ചെയ്യുന്നത് എപ്പോൾ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ. വേറൊരു ഫാക്ടർ പഠിക്കാനുള്ളത് സിമെട്രി ഓഫ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സിമെട്രി കൊണ്ട് മീൻ ചെയ്യുന്നത് മക്കളെ, നമ്മൾ ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ ഫുള്ളി ഫിൽഡ് എന്ന് പറയുമല്ലോ ഓർബിറ്റൽസ്. ഇപ്പോൾ ഡി ആയിരുന്നെങ്കിൽ, ഡി സബ്ഷെല്ലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഡിയിൽ 10 ഇലക്ട്രോൺ വന്നാൽ എന്താണ്, ഫുള്ളി ഫിൽഡ് ആവും. ഡിയിൽ 5 ഇലക്ട്രോൺ വന്നാൽ ഹാഫ് ഫിൽഡ്. അതുപോലെ പി ഓർബിറ്റൽ ആണെങ്കിൽ 6 ഇലക്ട്രോൺ വന്നാൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആവും. 3 ഇലക്ട്രോൺ ആണെങ്കിൽ ഹാഫ് ഫിൽഡ് ആവും. അപ്പോൾ ആ ഒരു കേസിനെയാണ് എന്ത് പറയുന്നത്, സിമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി ഇങ്ങനെ സിമെട്രിക് ആയി ഇരിക്കുകയെന്ന് വിചാരിക്കുക, ഹാഫ് ഫിൽഡോ കംപ്ലീറ്റ്ലി ഫിൽഡോ ആയിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ അവർ പിന്നെയും ഇലക്ട്രോണിനെ വാങ്ങുമോ, പിന്നെയും ഇലക്ട്രോണിനെ വാങ്ങിയാൽ ആ സിമെട്രി എന്താണ്, എഫക്റ്റ് ചെയ്യല്ലേ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് അതിൻ്റെ സ്റ്റെബിലിറ്റീനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ആറ്റംസ് വിത്ത് സിമെട്രിക്കൽ കോൺഫിഗറേഷൻ, അതായത് ഫുള്ളി ഫിൽഡ് ആയിട്ടോ ഹാഫ് ഫിൽഡ് ആയിട്ടോ നിൽക്കുന്ന ആറ്റംസ് ആണെന്നുണ്ടെങ്കിൽ ദേ ഡു നോട്ട് ഹാവ് എനി അർജ് ടു ടേക്ക് അപ്പ് എക്സ്ട്രാ ഇലക്ട്രോൺ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യം തോന്നൂല, ഇലക്ട്രോണിനെ എക്സ്ട്രാ ഗെയിൻ ചെയ്യേണ്ട നീഡില്ല. ബിക്കോസ് ദെയർ കോൺഫിഗറേഷൻ വിൽ ബിക്കം അൺസ്റ്റേബിൾ. ഇനി ഒന്നിനെ വാങ്ങിക്കഴിഞ്ഞാലാണ് അതെന്താവുക, അൺസ്റ്റേബിൾ ആവുക. ഇപ്പോൾ അവർ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഒക്കെ അറ്റൈൻ ചെയ്ത് ഇരിക്കുന്ന കേസാണ് ഉണ്ടാവുക. എങ്ങനെ, ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആവുമ്പോൾ. ഇനിയും ഇലക്ട്രോണിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവരുടെ സ്റ്റെബിലിറ്റീനെ ഡിസ്റ്റർബ് ചെയ്യും, അൺസ്റ്റേബിൾ ആയി പോവും. അപ്പോൾ അവർക്ക് എന്ത് വരില്ല, ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി വരില്ല. ഓക്കെ, ഇനി നമുക്ക് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അക്രോസ് എ പീരീഡും ഡൗൺ ദ ഗ്രൂപ്പും എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നത് നോക്കാം. വേരിയേഷൻ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അക്രോസ് എ പീരീഡ്. ഒരു പീരീഡിൽ നോക്കുമ്പോൾ എന്താ നടക്കുക, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ബിക്കംസ് മോർ നെഗറ്റീവ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ലെഫ്റ്റ് ടു റൈറ്റ് അലോങ് എ പീരീഡ് പോകുമ്പോൾ എന്താ നടക്കുന്നത്, മോർ നെഗറ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഗ്രൂപ്പിൽ നോക്കുമ്പോൾ എന്താ ചേഞ്ച് നടക്കുക, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ബിക്കം ലെസ് നെഗറ്റീവ് ആസ് വി ഗോ ഡൗൺ എ ഗ്രൂപ്പ്. ഗ്രൂപ്പിൽ താഴോട്ട് പോകുമ്പോൾ എന്താ നടക്കുന്നത്, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ലെസ് നെഗറ്റീവ് ആണ് ആവുന്നത്. പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ മോർ നെഗറ്റീവ് ആണ് ആവുന്നത്. ഇതാണ് വേരിയേഷൻ. പീരീഡിലും ഗ്രൂപ്പിലും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിക്ക് വരുന്ന വേരിയേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കഴിഞ്ഞു, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കഴിഞ്ഞു. അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. നോക്കാം. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ക്വാളിറ്റേറ്റീവ് മെഷർ ഓഫ് ദ എബിലിറ്റി ഓഫ് എൻ ആറ്റം ഇൻ എ കെമിക്കൽ കോമ്പൗണ്ട് to attract shared electrons to itself is called electronegativity. അതായത് നമ്മുടെ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലേ, അതിന് എന്ത് ചെയ്യുക, അട്രാക്ട് ദാറ്റ് ഷെയർഡ് ഇലക്ട്രോൺസ് ടു ഇറ്റ് സെൽഫ്. ആ ഒരു എബിലിറ്റീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ. Unlike ionization enthalpy and electron gain enthalpy, it is not a measurable quantity. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, അതൊരു എബിലിറ്റീനെയാണ് പറയുന്നത്, ഇങ്ങനെ അട്രാക്ട് ചെയ്യാനുള്ള. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അയണൈസേഷൻ എൻതാൽപ്പിയും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും ഒക്കെ പോലെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ആ ഒരു എബിലിറ്റീനെ പറയുന്നതാണ്. ഇനി എന്താ വേരിയേഷൻ എന്ന് നോക്കാം. ഒരു പീരീഡിൽ എങ്ങനെയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എഫക്റ്റ് ചെയ്യുന്നത്, അതുപോലെ ഗ്രൂപ്പിൽ എങ്ങനെയാണെന്ന് നോക്കാം.
അക്രോസ് എ പീരീഡ് നോക്കുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ജനറലി ഇൻക്രീസസ് അക്രോസ് എ പീരീഡ്. ഒരു പീരീഡിൽ നോക്കുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അതുപോലെ ഗ്രൂപ്പിൽ നോക്കുമ്പോൾ എന്തും ചെയ്യും, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിക്രീസും ചെയ്യും. ഓക്കെ, നമുക്കത് വാല്യൂസ് വെച്ചിട്ടൊന്ന് നോക്കാം. പോയിന്റ് ഇത്രയേ ഉള്ളൂ. പീരീഡിൽ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഗ്രൂപ്പിലാണെങ്കിൽ ഡൗൺ എ ഗ്രൂപ്പിൽ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. നോക്കിക്കേ, വാല്യൂസ് നോക്കുമ്പോൾ ലിഥിയം, ബെറീലിയം, ബോറോൺ, കാർബൺ എന്ന് പറഞ്ഞിട്ട് എന്താണ്, ഒരു പീരീഡ് വൈസ് ആണ് പോയിരിക്കുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾ വാല്യൂസ് നോക്കിയാൽ 1, 1.5, 2, 2.5, 3, 3.5 അങ്ങനെ വാല്യൂ എന്ത് ചെയ്യും, ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ക്ലിയർ? ഇനിയിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എന്താണ്, ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം എന്നൊക്കെ പറഞ്ഞ് താഴോട്ട് വരുമ്പോൾ ഗ്രൂപ്പിലുള്ള ചേഞ്ച് അല്ലേ. വാല്യൂസ് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ 1.9, 0.8, 0.7 എന്ന് പറഞ്ഞിട്ട് ഡിക്രീസ് ആണ് ചെയ്യുക. അപ്പോൾ ഗ്രൂപ്പിൽ ഡിക്രീസ് ആണ് നടക്കുന്നത്. നെക്സ്റ്റ് ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്, ഫ്ലൂറിൻ, ക്ലോറിൻ, നമ്മുടെ ഗ്രൂപ്പ് 17 കൊടുത്തിട്ടുണ്ട്. അവിടെ വാല്യൂസ് നോക്കിയാൽ കാണാം 4, 3, 2.8, 2.5, 2.2 എന്ന് പറഞ്ഞിട്ട് വാല്യൂ എന്ത് ചെയ്യുക ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പോയിന്റ് ഇതേ ഉള്ളൂ, പീരീഡിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതേസമയം ഗ്രൂപ്പിൽ നോക്കുമ്പോൾ എന്താ ചെയ്യുക, ഡിക്രീസ് ആണ് ചെയ്യുക. ക്ലിയർ? അടുത്ത് പഠിക്കാനുള്ളത് പീരിയോഡിക് ട്രെൻഡ്സ് ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസ് അലോങ് എ പീരീഡ്. അലോങ് എ പീരീഡ് എന്താ ചേഞ്ച് ചെയ്യുന്നതും അതുപോലെ ഡൗൺ ദ ഗ്രൂപ്പ് എന്താ ചേഞ്ച് ചെയ്യുന്നതുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്, മെറ്റാലിക് ക്യാരക്ടർ. മക്കളെ പറഞ്ഞു നോക്കിക്കേ, പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് പോകുമ്പോൾ മെറ്റാലിക് ക്യാരക്ടറിന് എന്താ ചേഞ്ച് നടക്കുക. നമ്മൾ ഫസ്റ്റ് കാണുന്നതൊക്കെ എന്താണ്, മെറ്റൽസ് ആണ്. അവിടുന്ന് ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് എത്തുമ്പോൾ എന്താണ്, ഗ്യാസസ്, ക്ലോറിൻ, അങ്ങോട്ടൊക്കെ എത്തുമ്പോൾ എന്താണ്, നോൺ മെറ്റാലിക് ക്യാരക്ടറിലേക്കാണ് എത്തുക അല്ലേ. അപ്പോൾ മെറ്റാലിക് ക്യാരക്ടർ എന്താ ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ലെഫ്റ്റ് പോർഷനിലാണ് ആരുള്ളത്, മെറ്റൽസ് ഉള്ളത്. ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് പോകുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യും, കുറയും. മീൻവൈൽ നോൺ മെറ്റാലിക് ക്യാരക്ടർ അപ്പോൾ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും അല്ലേ. മെറ്റാലിക് ക്യാരക്ടർ ലെഫ്റ്റ് ടു റൈറ്റ് എത്തുമ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരും. അതേസമയം നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്ത് വരും. ഇനി ബേസിക് നേച്ചർ ഓഫ് ഓക്സൈഡ്സ്. അവരുടെ ബേസിക് ഓക്സൈഡ്സിന്റെ നേച്ചർ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക, ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് ഡിക്രീസ് ആണ് ചെയ്യുന്നത് ബേസിക് ഓക്സൈഡ്സ്. അങ്ങനെയാണെങ്കിൽ അസിഡിക് നേച്ചർ ഓഫ് ഓക്സൈഡ്സ് എന്തായിരിക്കും മക്കളെ ചെയ്യുന്നത്, ഇൻക്രീസ് ആയിരിക്കും. ഒന്ന് പഠിച്ചാൽ ഓർക്കാനുള്ളതല്ലേ ഉള്ളൂ. ബേസിക് നേച്ചർ ലെഫ്റ്റ് ടു റൈറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ അവിടെ എന്താ നടക്കുക, അസിഡിക് നേച്ചർ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡൗൺ എ ഗ്രൂപ്പ് എന്താ ചേഞ്ച് എന്നാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഡൗൺ എ ഗ്രൂപ്പ് ഫസ്റ്റ് പറയുന്നത് മെറ്റാലിക് ക്യാരക്ടർ, നോൺ മെറ്റാലിക് ക്യാരക്ടർ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ബേസിക് നേച്ചർ കേട്ടോ. അപ്പോൾ മെറ്റാലിക് ക്യാരക്ടർ എന്താ ചെയ്യുന്നത്, ഡൗൺ എ ഗ്രൂപ്പ് ഇൻക്രീസസ് ആണ് ചെയ്യുന്നത് അല്ലേ. ഓർക്കുക, മെറ്റാലിക് ക്യാരക്ടർ പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് ആലോചിച്ചാൽ മതി. ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് പോകുമ്പോൾ ഇവിടെ എന്താ ഉള്ളത്, മെറ്റൽസ് ആണ്. ഇവിടെ എന്താണുള്ളത്, നോൺ മെറ്റൽസ് ആണ്. അപ്പൊ ലെഫ്റ്റ് ടു റൈറ്റില് മെറ്റാലിക് ക്യാരക്ടർ ചോദിച്ചാൽ എന്താ പറയുന്നത്, ഡിക്രീസ് ചെയ്യും. നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. കിട്ടിയോ? ഇനി ടോപ്പ് ടു ബോട്ടം നമ്മൾ ഗ്രൂപ്പിൽ നോക്കുകയാണ് കരുതുക. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആലോചിക്കാം. ഇവിടെ മെറ്റാലിക് ക്യാരക്ടർ കുറയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. നോൺ മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ 4 പോയിന്റ്സ് ഏതെങ്കിലും ഒരു പോയിന്റ് പഠിച്ചാൽ ഓർക്കാൻ പറ്റൂ കേട്ടോ. മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. നോൺ മെറ്റാലിക് ക്യാരക്ടർ അപ്പം എന്ത് ചെയ്യും, ഡിക്രീസ് ആണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത് വരുന്നത് എന്താണ്, ബേസിക് നേച്ചർ ഓഫ് ഓക്സൈഡ്സ്. മെറ്റാലിക് ക്യാരക്ടർ അല്ലെങ്കിൽ ഇലക്ട്രോൺ പോസിറ്റിവിറ്റി ഓഫ് എലമെന്റ്സ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് എന്ത് നടക്കും, ബേസിക് നേച്ചർ എന്ത് ചെയ്യും, നാച്ചുറലി ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ ബേസിക് നേച്ചർ കൂടുക പറയുമ്പോൾ അസിഡിക് നേച്ചർ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. നേരത്തെ കേസിൽ നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ പഠിച്ചു എന്താണ്, ബേസിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും.
അസിഡിക് ക്യാരക്ടർ ബേസിക് ക്യാരക്ടർ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും, അസിഡിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ, ലെഫ്റ്റ് ടു റൈറ്റ്. ഇതേ സംഭവം ടോപ്പ് ടു ബോട്ടം ആയിട്ട് ഗ്രൂപ്പിൽ ആലോചിക്കുമ്പോൾ തിരിച്ചാലോചിച്ചാൽ മതി. അവിടെ ബേസിക് ക്യാരക്ടർ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. സെയിം ടൈം അസിഡിക് ക്യാരക്ടറിൽ എന്തായിരിക്കും നടക്കുക, ഡിക്രീസ് ആയിരിക്കും. ഇപ്പം മെറ്റാലിക് പറഞ്ഞ പോലെ ഇത് പഠിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി, ഏതെങ്കിലും ഒരു പോയിന്റ് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിമൈനിങ് കിട്ടും കേട്ടോ. ഓക്കെ, അസിഡിക് ക്യാരക്ടർ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ഡിക്രീസസ് ആണ് നടക്കുന്നത് എന്നുള്ളത്. അടുത്ത് പഠിക്കാനുള്ളത് റിയാക്ടിവിറ്റി ഓഫ് മെറ്റൽസും റിയാക്ടിവിറ്റി ഓഫ് നോൺ മെറ്റൽസും കേട്ടോ. റിയാക്ടിവിറ്റി ഓഫ് മെറ്റൽസ് എന്താണ്, ജനറലി ഇൻക്രീസ് ആണ് ചെയ്യുക ഡൗൺ ദ ഗ്രൂപ്പിൽ താഴോട്ട് വരുമ്പോൾ റിയാക്ടിവിറ്റി ഓഫ് മെറ്റൽസ് എന്താ ചെയ്യുക, ഇൻക്രീസ് ആണ് ചെയ്യുക. അപ്പൊ നോൺ മെറ്റൽസിന് എന്തായിരിക്കും മക്കളെ, ഡൗൺ ദ ഗ്രൂപ്പ് റിയാക്ടിവിറ്റി ഓഫ് നോൺ മെറ്റൽസ് ഡിക്രീസ് ആയിരിക്കും ചെയ്യുക. ക്ലിയർ അല്ലേ? എല്ലാം ഒരു പോയിന്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ പീരീഡിലുള്ളത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് ഗ്രൂപ്പിൻ്റെ ആലോചിക്കാൻ പറ്റും. ഇപ്പോൾ ബേസിക് ഓക്സൈഡ്സ്, അസിഡിക്, മെറ്റൽ, നോൺ മെറ്റാലിക് എല്ലാം ഒന്ന് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ റിലേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളത് എഴുതാൻ പറ്റും കേട്ടോ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് സെക്കൻഡ് പീരീഡ് എലമെന്റ്സ്. ഇതിനെ പഠിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ടേം ആണ് ആലോചിക്കേണ്ടത്. ഇതാണ് ചോദിക്കുക, ഡയഗണൽ റിലേഷൻഷിപ്പ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ പറയുന്നത്. സം എലമെന്റ്സ് ഓഫ് ദ സെക്കൻഡ് പീരീഡ്, നമ്മുടെ ഇതാണ് ഫസ്റ്റ് പീരീഡ്, ഇതാണ് എന്ത് സെക്കൻഡ് പീരീഡ് വരെ അല്ലേ. സെക്കൻഡ് പീരീഡും തേർഡ് പീരീഡും കേട്ടോ, സെക്കൻഡ് ആൻഡ് തേർഡ് ഹൈഡ്രജൻ്റെത് വരുമല്ലോ. ഓക്കെ, some elements of the second period show similarities with the elements of the third period. സെക്കൻഡ് പീരീഡിലെ ചില എലമെന്റ്സും തേർഡ് പീരീഡിലെ എലമെന്റ്സും എന്ത് കാണിക്കുക, സിമിലാരിറ്റി കാണിക്കുക. എങ്ങനെയാ സിമിലാരിറ്റി കാണിക്കുക, പ്ലേസ്ഡ് ഡയഗണലി ടു ഈച്ച് അതർ. ഡയഗണലി, പരസ്പരം ഡയഗണലി ആയി പ്ലേസ് ചെയ്ത രണ്ടുപേര് സെക്കൻഡ് ഗ്രൂപ്പിലും സെക്കൻഡ് പീരീഡിലും തേർഡ് പീരീഡിലും പരസ്പരം ഡയഗണലി ആയി വരുന്ന എലമെന്റ്സ് എന്ത് കാണിക്കുക, പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി കാണിക്കുക. ദോ ബിലോങ്ങിങ് ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്, ഓരോന്നും എന്താണ് ഡിഫറെൻറ്റ് ഗ്രൂപ്പാണ് അല്ലേ ഡയഗണലി വരിക. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ ഗ്രൂപ്പ് 1 പീരീഡ് 2 ഗ്രൂപ്പ് 1 വരുന്ന എലമെന്റ് ആണ് അത് ലിഥിയം. ആ ലിഥിയം അതിൻ്റെ ഡയഗണലി വരുന്ന ആളാരാ, തേർഡ് പീരീഡിൽ ഗ്രൂപ്പ് 2 വരുന്ന മഗ്നീഷ്യം ആയിട്ട് എന്ത് കാണിക്കുക, സിമിലാരിറ്റി കാണിക്കുക പ്രോപ്പർട്ടീസിൽ. ക്ലിയർ ആണോ? അപ്പോൾ അവരുടെ ഗ്രൂപ്പ് എന്താണ്, ഡിഫറെൻ്റ് ആണ്, പീരീഡ് എന്താണ്, ഡിഫറെൻ്റ് ആണ് അല്ലേ. പക്ഷേ ഇവർ ഡയഗണലി വരുന്ന സെക്കൻഡ് പീരീഡിലും തേർഡ് പീരീഡിലും നോക്കുമ്പോൾ ഡയഗണലി വരുന്ന ഡിഫറെൻറ്റ് ഗ്രൂപ്പിലായിട്ട് കൂടെ അവരെന്ത് കാണിക്കുക, പല പ്രോപ്പർട്ടീസിലും സിമിലാരിറ്റി കാണിക്കുക. അങ്ങനെയുള്ളതാണ് എന്ത് പറയുന്നത്, ഡയഗണൽ റിലേഷൻഷിപ്പ് പറയുന്നത്. അടുത്ത് നോക്കിക്കേ, അടുത്ത ഗ്രൂപ്പ് 2 സെക്കൻഡ് പീരീഡിൽ വരുന്ന ആളാണ് ആര്, നമ്മുടെ ബെറീലിയം. ബെറീലിയം എന്ത് കാണിക്കുക, തേർഡ് പീരീഡിൽ നെക്സ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന അലൂമിനി ആയിട്ട് എന്ത് കാണിക്കുക, സിമിലാരിറ്റി കാണിക്കുക. അതുപോലെ ബോറോൺ സിലിക്കൺ ആയിട്ട് എന്ത് കാണിക്കുക, സിമിലാരിറ്റി കാണിക്കുക. അങ്ങനെ അപ്പോൾ പീരീഡ് ഏതൊക്കെ പീരീഡ് ആലോചിക്കുക, സെക്കൻഡ് പീരീഡും തേർഡ് പീരീഡിലും കേട്ടോ. ഡയഗണലി വരുന്നവർ, പരസ്പരം ഡയഗണലി പ്ലേസ് ചെയ്യുന്നവർ ഡിഫറെൻറ്റ് ഗ്രൂപ്പിലായിരുന്നിട്ട് കൂടെ എന്ത് കാണിക്കുക, പല പ്രോപ്പർട്ടീസിലും സിമിലാരിറ്റി കാണിക്കുക. ദിസ് സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് പ്ലേസ്ഡ് ഡയഗണലി ടു ഈച്ച് അതർ. പരസ്പരം ഡയഗണലി ആയി പ്ലേസ് ചെയ്ത ഈ എലമെന്റ്സിന് വരുന്ന സിമിലാരിറ്റീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയഗണൽ റിലേഷൻഷിപ്പ്. ക്ലിയർ ആണോ? ഇപ്പോൾ ഡയഗണൽ റിലേഷൻഷിപ്പ് ഓർത്ത് വെക്കേണ്ട പോയിന്റ് ആണ് കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. തേർഡ് ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്, കുറച്ച് ടോപ്പിക്സേ വരുന്നുള്ളൂ. എല്ലാവരും എന്ത് ചെയ്യുക, ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.